ഏത് മാസമാണ് യൂറോപ്പ് വിസിറ്റ് ചെയ്യാനുള്ള ആപ്പ് ടൈം? ഞങ്ങളുടെ ഐറ്റിനറിയിലെ മേജർ ഡെസ്റ്റിനേഷൻ പോയിന്റും കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്തതും സ്വിസ്സിലായിരുന്നു. സ്വിസ്സില് ഏത് സമയത്ത് ചെന്നാലും ടൂറിസ്റ്റുകളെ നിരാശപ്പെടുത്തില്ല. ഏത് സീസണിലും അതിൻ്റെതായ വശ്യത കാത്തു സൂക്ഷിക്കുന്ന കൺട്രിയാണ്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഏപ്രിലാണ്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ സ്വിസ്സിൽ സ്പ്രിംഗ് ആണ്. അതൊരു ഓഫ് സീസൺ കൂടിയാണ് കേട്ടോ. ഹോട്ടൽ ബുക്കിംഗ് കോസ്റ്റും ട്രാവൽ കോസ്റ്റും എല്ലാം കമ്പയർഡ് ടു പീക്ക് സീസൺ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ആംസ്റ്റർഡാമിൽ തുലിപ്സ് പൂത്തു നിൽക്കുന്നത് കാണണമെന്നും ഉണ്ടായിരുന്നു. ഏപ്രിൽ ടു മെയ് മന്തിലാണ് തുലിപ്സ് പൂക്കുന്നത്. ഏപ്രിൽ മാസത്തിലെ ഒരു മെയിൻ ഇഷ്യൂ എന്നത് ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഞങ്ങൾ പോയപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ചെറിയ മഴയും അടുത്ത ദിവസം സ്നോഫോളും പിന്നെയുള്ള ദിവസം അങ്ങ് സണ്ണി ഡേയ്സും ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഈ സമയത്ത് ഡേ ടൈം കൂടുതലായിരിക്കും. ഒരു 8 മണിയൊക്കെ ആവുമ്പോഴാണ് രാത്രിയാകുന്നത്. സോ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. ജൂൺ ടു ഓഗസ്റ്റ് സമ്മറാണ് സ്വിസ്സില്. ആ ടൈമിൽ വെതർ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. ബട്ട് ടൂറിസ്റ്റുകളുടെ റഷ് കൂടുതലായിരിക്കും സിൻസ് ഇറ്റ് ഈസ് എ പീക്ക് സീസൺ. ട്രിപ്പ് കോസ്റ്റ് കമ്പയർഡ് ടു അതർ മന്ത്സ് കൂടുതലുമായിരിക്കും. സെപ്റ്റംബർ ടു നവംബർ ഓട്ടമാണ്. ഇല പൊഴിഞ്ഞ് ഓറഞ്ച് കളറിലുള്ള സ്വിറ്റ്സർലൻഡ് നമുക്ക് കാണാൻ പറ്റും. ഡിസംബർ ടു ഫെബ്രുവരി വിന്റർ ആണ്. ആ ടൈമിൽ വന്നാൽ പല വ്യൂ പോയിന്റും ക്ലോസ്ഡ് ആയിരിക്കും ഡ്യൂ ടു സ്നോഫോൾ. നെക്സ്റ്റ് വീഡിയോയിൽ ഐറ്റിനറി സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കണം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്.